إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. النبي أولى بالمؤمنين من أنفسهم. ഏറ്റവും ബഹുമാനമുള്ള പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു സീസണാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ധാരാളം നമ്മുടെ സമുദായത്തിൽ ഹുബ്ബ് റസൂൽ എന്ന വാക്ക് ധാരാളമായി കൊണ്ട് കേൾക്കപ്പെടുന്ന ഒരു സമയമാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ്. വിശ്വാസികൾക്ക് ഏറ്റവും അടുത്ത ആളാണ് പ്രവാചകൻ. എന്നാൽ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതിൽ നമ്മൾക്കിടയിൽ തർക്കം ഉണ്ട്. ചില ആളുകൾ പറയുന്നത് പോലെ പ്രവാചകനെ മദ്ഹ് പറഞ്ഞുകൊണ്ടോ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒക്കെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. എന്നാൽ പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തുൽ അഹ്സാബിലുള്ള 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പ്രവാചകൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവരുടെ സ്വന്തത്തെക്കാൾ, അവരുടെ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളെക്കാൾ സത്യവിശ്വാസികൾ പ്രവാചകന്റെ ഇഷ്ടത്തിനും പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കും മുൻഗണന ആയിരിക്കണം വിശ്വാസികൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചക സ്നേഹം എന്നുള്ളത് കേവലമായ ഒരു പ്രഖ്യാപനമല്ല, കേവലമായ ഒരു വാക്കല്ല. അത് പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്. അത് അവരുടെ മുമ്പിലുള്ള കടമയാണ്. കാരണം ഈ ലോകം സൃഷ്ടിച്ച നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ പടച്ച തമ്പുരാൻ അയച്ച
അന്തിമദൂതനായ നമുക്ക് നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് നിയോഗിച്ച അവന്റെ പ്രിയപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുകയും പ്രവാചകനെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് പറഞ്ഞത്, ലാ യുമിനു അഹദുകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ആരും തന്നെ പൂർണ്ണമായി വിശ്വാസികളാവുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനായിത്തീരുന്നത് വരെ എന്ന് പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം, ഏറ്റവും സ്നേഹിക്കേണ്ടത്, ഏറ്റവും നമുക്ക് താല്പര്യമുണ്ടാവേണ്ടത് പ്രവാചകനോടായിരിക്കണം ജീവിതത്തിലെ എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രമാത്രം നമുക്ക് സ്നേഹമുണ്ട്, എത്രമാത്രം പ്രവാചകൻ നമുക്ക് പ്രിയപ്പെട്ടതാണ്, എത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ എത്രമാത്രം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ആ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അധ്യാപനങ്ങളെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്നു. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിനാണോ നമ്മൾ മുൻഗണന കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ നമ്മൾ മറ്റു പല ഭൗതികമായ കാര്യങ്ങൾക്കായിരിക്കാം പലപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കുന്നത്, അതിനെയായിരിക്കാം നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ഉണർത്തുന്നത്, മനുഷ്യനെ സ്വാഭാവികമായും അവൻ പലതിനെയൊക്കെയാണ് അവൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ മുൻഗണന കൊടുക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും. പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുകും നിങ്ങളുടെ ഇണകൾ, വഅശീറതുകും നിങ്ങളുടെ കുടുംബങ്ങൾ, വഅംവാലും തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ നിങ്ങളെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ അത് നഷ്ടപ്പെടുമോ, അത് കുറഞ്ഞു പോകുമോ എന്നൊക്കെ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടം, വമസാകിന തർളൗനഹ നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, അഹബ്ബ ഇലൈക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ മിനല്ലാഹി വറസൂലിഹി അള്ളാഹുവിനെയും റസൂലിനേക്കാളും ഇതിനെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് അല്ലാഹു നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് അതിന്റെ പ്രാധാന്യം പറഞ്ഞതായി കാണാം, പ്രവാചകന്റെ അധ്യാപനങ്ങൾ കാണാം. എന്നാൽ തന്റെ താല്പര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ വിരുദ്ധമായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നമ്മുടെ വീടിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റിവെക്കുന്നുവോ, അല്ലെങ്കിൽ പ്രവാചകനെ ഇഷ്ടം ആ സമയത്ത് നമ്മുടെ ഈ സ്വാർത്ഥമായ താല്പര്യമാണോ നമുക്ക് മുൻഗണനയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വജിഹാദിൻ ഫീ സബീലിഹി. അത് മാത്രമല്ല, നമ്മുടെ ഈ ദീനിന്റെ മാർഗത്തിലുള്ള ജിഹാദും, ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി അവന്റെ കൽപ്പന നാം കൊണ്ടുവരുന്നത് നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ടുവരുന്നത് കാത്തിരിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ തമ്മാടികളായിട്ടുള്ള ആളുകളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും പ്രിയങ്കരം നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾക്കാൾ ഒരു വിശ്വാസി പ്രാധാന്യം കൊടുക്കേണ്ടത്, ഒരു വിശ്വാസി സ്നേഹിക്കേണ്ടത്, ഒരു വിശ്വാസി ഇഷ്ടപ്പെടേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണം എന്നുള്ളതാണ്. സ്വഹാബികളുടെ ജീവിതം നോക്കുന്ന സഹോദരങ്ങളെ, അവർ എത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്ന് നമുക്കറിയാമല്ലോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ പിതൃവ്യ പുത്രനും
വളർത്തുപുത്രനുമൊക്കെയായ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്, ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിലെ 4ാമത്തെ ഖലീഫ. അദ്ദേഹം വളരെ കുറഞ്ഞ പ്രായത്തിൽ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഹിജ്റ പോകുവാൻ അനുമതി ലഭിച്ചിരുന്ന ആ ഒരു ഹിജ്റ പോകുന്ന ഒരു സന്ദർഭത്തിൽ പ്രവാചകനെ വധിക്കുവാൻ വേണ്ടി ശത്രുക്കൾ കാത്തു നിൽക്കുകയാണ് വീടിന്റെ പുറത്ത്. പക്ഷേ ആ ഒരു സമയത്ത് അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പ്രവാചകന്റെ പകരം ആ പ്രവാചകൻ കിടന്ന കട്ടിലിൽ പുതച്ചുകൊണ്ട് കിടക്കുവാൻ, തന്റെ ജീവന് പോലും ഭീഷണി ആകുമെന്നുള്ള അതുപോലും മാറ്റിവെച്ചുകൊണ്ട് പ്രവാചകന്റെ കിടക്കയിൽ പുതച്ചുകൊണ്ട് കിടക്കുവാൻ ധൈര്യം കാണിച്ച മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? അത്രമാത്രം പ്രവാചകനെ സ്നേഹിച്ചു. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൽ 1ാമത്തെ ഖലീഫയായ പ്രവാചകന്റെ കൂട്ടുകാരനായ ആ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ, നമുക്കറിയാമല്ലോ, ഹിജ്റ പോകുമ്പോൾ പ്രവാചകന് കൂട്ടായത്. ഹിജ്റ പോകുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ജീവൻ ആ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുക്കുവാൻ വേണ്ടി, വധിക്കുവാൻ വേണ്ടി എല്ലാവരും ശത്രുക്കൾ ഒന്നടങ്കം കച്ചകെട്ടി ഇറങ്ങിയ ഒരു സന്ദർഭത്തിലാണ്. ആ ഒരു സമയത്ത് ധൈര്യം കാണിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു പ്രവാചകൻ തന്റെ കൂടെ കൂട്ടുവാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. അപ്പോൾ ആ വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഫവല്ലാഹി മാ ശഅർതു ഖത്തും ഖബ്ല ദാലികൽ യൗം. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളും പ്രവാചകന്റെ പത്നിയുമായ ആയിഷ ബീവി പറയുകയാണ്, അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ത്? അന്ന അഹദ യബ്കി മിനൽ ഫർഹ്, സന്തോഷം വരുമ്പോൾ ആളുകൾ കരയുമെന്നുള്ളത്. സന്തോഷം വരുമ്പോൾ ആനന്ദ കണ്ണീര് അന്നാണ് ഞാൻ കണ്ടത്. എന്തുകൊണ്ട്? ഹത്താ റഅയ്ത അബൂബക്കറിൻ യൗമഇദിൻ യബ്കി, അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്തുകൊണ്ട്? എന്തിനാണ് കരയുന്നത്? ആ ഒരു അവസരം, ആ ഒരു ത്യാഗത്തിനുള്ള അവസരം, പ്രവാചകനെ സംരക്ഷിക്കാനുള്ള അവസരം തനിക്ക് ലഭിച്ചു എന്നുള്ള ആ ഒരു മഹത്തായ ആ ഒരു അവസരം തനിക്ക് ലഭിച്ചതിൽ ആ സന്തോഷം കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ, അത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ധൈര്യത്തോടു കൂടി ആ ഒരു സന്ദർഭത്തിൽ ഇറങ്ങുവാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചത്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നാണ് അദ്ദേഹത്തെ പ്രവാചകൻ വിളിച്ചത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഷഹീദ് എന്ന് പ്രവാചകൻ അഭിസംബോധന ചെയ്തു. എന്തുകൊണ്ട്? ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകന്റെ നേർക്ക് അമ്പുകളുമായി ശത്രുക്കൾ വന്നപ്പോൾ തന്റെ നെഞ്ച് ശത്രുക്കളുടെ മുമ്പിൽ, അമ്പിന്റെ മുമ്പിൽ തന്റെ നെഞ്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, താങ്കളുടെ നെഞ്ചിന് മുമ്പിൽ പരിചയായിക്കൊണ്ട്, ശത്രുക്കളുടെ അമ്പുകൾ തടുക്കുവാൻ വേണ്ടി പരിചയായിക്കൊണ്ട് എൻ്റെ നെഞ്ച് ഉണ്ട് എന്ന് പ്രവാചകനോട് അങ്ങ് പേടിക്കണ്ട എന്ന് പറഞ്ഞ മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സ്വന്തം ജീവൻ പോലും വകവെക്കാതെ, വധിക്കപ്പെടുമെന്നും ഉറപ്പായിട്ട് പോലും പ്രവാചകന്റെ മുമ്പിലേക്ക് ആ ഒരു പരിചയായിക്കൊണ്ട് അമ്പിന്റെ മുമ്പിലേക്ക് വന്ന ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? അത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, പ്രവാചകന്റെ ബാങ്കുകാരൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വിളിച്ചുകൊണ്ട് ബിലാലിന്റെ ബാങ്ക് കേൾക്കാൻ പ്രവാചകൻ ഇഷ്ടമായിരുന്നു. ആ പ്രവാചകന്റെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ ബാങ്ക് വിളിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ മദീന വിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. ഒരിക്കൽ വീണ്ടും ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ആ വാക്യമെത്തിയപ്പോൾ ബിലാലിന് അത് പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. കണ്ണിനീരുകൾ കണ്ണിൽ നിന്ന് ധാരധാരയായിക്കൊണ്ട് ബിലാൽ റളിയല്ലാഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. എന്തുകൊണ്ട്? ആ ഒരു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബിലാൽ റളിയല്ലാഹുവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതമോ നമുക്ക് എത്രത്തോളം സ്നേഹമുണ്ട്? ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഇതുപോലെ ജീവൻ കൊടുക്കുവാനോ ഇതുപോലെ ശരീരം കൊടുക്കുവാനോ നമുക്ക് അവസരമില്ല. നമുക്കത് വേണ്ടതുമില്ല. കാരണം പ്രവാചകൻ നമ്മുടെ മുന്നിലില്ല.
പിന്നെ എങ്ങനെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാൻ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകന്റെ മദ്ഹ് പാടിക്കൊണ്ടാണോ, അല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ ആഘോഷങ്ങൾ കഴിച്ചുകൊണ്ടാണോ, ജന്മദിനം ആഘോഷിച്ചുകൊണ്ടാണോ? എങ്ങനെയാണ് പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കേണ്ടത്? അതിന് വ്യക്തമായ ഉത്തരം പറയേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ് നാം ആ ഒരു ഉത്തരം കണ്ടെത്തേണ്ടത്. അല്ലാതെ പാരമ്പര്യമായി ചെയ്തു വരുന്നതോ അല്ലെങ്കിൽ നാട്ടിൽ കാണുന്നതോ ഒന്നുമല്ല. എന്താണ് ആ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആൽ ഇംറാനിലെ 31-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യുക, പിൻപറ്റുക. യുഹിബ്ബുകുമുല്ലാഹ്, അപ്പോൾ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ പ്രവാചകനെയാണ് അനുസരിക്കേണ്ടത്. പ്രവാചകൻ അല്ലാതെ അള്ളാഹുവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾ അള്ളാഹിന്റെ ആളുകളാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. അള്ളാഹു അയച്ച ആ ദൂതനെ പിന്തുടരുവാൻ അവർ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് അള്ളാഹിന്റെ റസൂലിന്റെ ചര്യയെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഉത്തരം. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അപ്പോൾ അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനാണ്, വളരെയധികം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതുകൊണ്ട് നമ്മൾ പിൻപറ്റേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാം ചര്യകൾ പിൻപറ്റേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡലായി നാം സ്വീകരിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുള്ളത്, ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയുള്ളത് അള്ളാഹുവിന്റെ റസൂലിലാണ്. ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് പുതുതലമുറയോട് പലരോടും ചോദിച്ചു നോക്കൂ, ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? പല കളിക്കാരുടെയും പേരുകൾ പറയുന്നത് അവർ നമുക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ പല സിനിമാ രംഗത്തോ കലാരംഗത്തോ ഉള്ള ആളുകളെ കുറിച്ച് അവരിങ്ങനെ വർണ്ണിച്ചു തരും. അവർ ചെയ്തതുപോലെ അവരുടെ ജീവിത രീതി പിന്തുടരും. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മനുഷ്യന്മാരും ഇന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ രംഗത്തോ എല്ലാത്ത രംഗത്തോ എല്ലാം ഉള്ള ആളുകളെ പല ആളുകളും മോഡലായിക്കൊണ്ട് മാതൃകയായിക്കൊണ്ട് സ്വീകരിക്കാറുണ്ട്. ചെയ്യാം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു മനുഷ്യനായാലും അവരുടെ ജീവിതത്തിൽ, അവരുടെ രഹസ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ പരസ്യമായ ജീവിതത്തിൽ അവർക്ക് പോരായ്മകൾ ഉണ്ടാകും. കാരണം മനുഷ്യരാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകനാണ്. ആ പ്രവാചകൻ അള്ളാഹു പാപങ്ങളിൽ നിന്ന് സംരക്ഷിച്ച പ്രവാചകനാണ്. എല്ലാ രംഗത്തും നമുക്ക് മാതൃകയുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് വിശ്വാസികൾ തിരഞ്ഞെടുക്കേണ്ടത്, വിശ്വാസികൾ മാതൃകയാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകയാവുന്നത്. ആർക്കാണത്? യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, പരലോകത്തെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്. വദക്കറല്ലാഹ കസീറൻ, അള്ളാഹനെ ഓർമ്മിക്കുന്ന ആളുകൾക്ക്. അല്ലാതെ ദുനിയാവിനെയാണോ പരിഗണന നൽകുന്നത്? പടച്ചവനെ മറന്നിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹിന്റെ റസൂലിൽ മാതൃക കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. പരലോകത്ത് നമുക്ക് വിജയം വേണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നാം തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പറഞ്ഞു വന്നത് നമ്മൾ മാതൃകയായി സ്വീകരിക്കേണ്ടതും നമ്മൾ പിൻപറ്റേണ്ടതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അതിന് എത്രത്തോളം പ്രവാചകന്റെ അധ്യാപനങ്ങൾ, പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെത്രത്തോളം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം ഓരോരുത്തരാണ് പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ ഒരുപാട് കാര്യങ്ങൾ, അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രത്തോളം നാം അത് ഒഴിവാക്കുന്നു, എത്രത്തോളം അത് നമ്മൾ ഉപേക്ഷിക്കുന്നു എന്ന് നാം ഓരോരുത്തരാണ് പരിശോധിക്കുന്നത്.
അല്ലാഹു പറഞ്ഞല്ലോ വമാ അതാകുമുർ റസൂലു ഫഖുസൂ വമാ നഹാകും അൻഹു ഫന്തഹു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ നിങ്ങളോട് വിരോധിച്ചത് അത് നിങ്ങൾ, എന്തിൽ നിന്ന് നിങ്ങൾ വിലക്കിയോ അത് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന് വിരുദ്ധമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാവുക. എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ നമുക്കറിയാം. ഇങ്ങനെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലെ ലോക ചരിത്രത്തിൽ ഇത്രയും വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു മനുഷ്യന്റെയും ചരിത്രം ലോക ചരിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം എല്ലാം പ്രവാചകന്റെ രഹസ്യ ജീവിതം പോലും നമുക്ക് മുന്നിൽ പരസ്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? വിശ്വാസികൾക്ക് അതിൽ ഒരു നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും മാതൃകയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഏറ്റവും അധികം ലോകത്ത് സ്നേഹിക്കുന്ന, പേര് പറയപ്പെടുന്ന നമ്മുടെ നേതാവ്. അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് ഇന്നത്തെ കാലത്ത്, ഇന്നും മുമ്പുമൊക്കെ ഇതിന് വിരുദ്ധമായിട്ടുള്ള ആളുകൾ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, കപടന്മാരായിട്ടുള്ള ആളുകൾ പ്രവാചകനെ അധിക്ഷേപിക്കുകയും പ്രവാചകനെ ചീത്ത പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് വേദനയുണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമാത്രം നമ്മൾ ചര്യ പിൻപറ്റുന്നു. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ രൂപത്തിലുള്ള പ്രവാചകനെ സ്നേഹിക്കുന്നവരാകുന്നത്. അല്ലാതെ പ്രവാചകന്റെ പേരിൽ പ്രവാചകൻ പറയാത്ത ജന്മദിനം ആഘോഷിച്ചതുകൊണ്ടോ, പ്രവാചകന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്തുകൊണ്ടോ, പ്രവാചകന്റെ മദ്ഹുകൾ അമിതമായി പറഞ്ഞുകൊണ്ട് പുകഴ്ത്തിയത് കൊണ്ടോ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർ ആവുകയില്ല. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകളാണ് യഥാർത്ഥമായ രൂപത്തിലുള്ള പ്രവാചക സ്നേഹികൾ ആയിത്തീരുന്നത്. അത്തരത്തിലുള്ള യഥാർത്ഥ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്ന, അള്ളാഹ് സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളുകൾ പെടുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കുമെല്ലാം അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നാഥ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നാഥ എല്ലാവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ. നാഥ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. നാഥ അല്ലാഹുവേ എല്ലാവിധ ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലെങ്കിൽ നാട്ടുകാരെയും നീ രക്ഷിക്കണേ. നാഥ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم.